നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് ലോകം മുഴുവനും ആൾക്കാരെ കാണിച്ച ഒരാളാണ്. MK സോമൻ ഫ്രം സോമൻ ലെഷർ ടൂർസ്. വെൽക്കം സർ. സർ, നമുക്കൊരു കോമൺ ഒരു സംഭവമുണ്ട് നമ്മൾ തമ്മിൽ. സാറിൻ്റെ ബിസിനസ് തുടങ്ങുന്നത് 1997, 26 വർഷമായിപ്പോൾ. ഞാൻ എൻ്റെ TV പ്രയാണം തുടങ്ങുന്നതും അപ്പോഴാണ്. ആ തുടക്കം അത് ഞാൻ അപ്രതീക്ഷിതമായാണ് TV-യിലേക്ക് വന്നത്. സാറിൻ്റെ ഫസ്റ്റ് എനിക്ക് ഇതാണ് ചെയ്യേണ്ടത്, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഇതിലേക്കാണ് എൻ്റെ യാത്രയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു കാലഘട്ടം എങ്ങനെയായിരുന്നു? വീട്ടിലെ അത്ര വലിയ ഒരു സമ്പന്ന കുടുംബമൊന്നും അല്ലായിരുന്നു, പട്ടിണി. അപ്പോൾ ഒരു ജോലി തേടി ഒരു യാത്ര ബോംബെയിലേക്ക്. നാച്ചുറൽ അന്ന് കാലത്ത് എല്ലാവരും ബോംബെക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുറേ നാളുകൾക്ക് ശേഷം അവസാനം എത്തിപ്പെട്ടത് ഒരു ടൂർ ഓപ്പറേറ്റർ കമ്പനിയിലാണ്. പക്ഷെ അത് കുറേ നിമിത്തങ്ങളിലൂടെയാണ്. പിന്നെ തിരിച്ച് നമ്മളുടെ സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന നാട്ടിലേക്ക് വരണം ഒരു തീരുമാനം എടുത്തപ്പോൾ ഇവിടെ വന്ന് നാച്ചുറലി യു ഹാവ് ടു ഡു സംതിങ്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ബട്ട് ബോംബെ എന്ന് പറയുമ്പോൾ ഐ ഓവ് എവറിഥിങ് ടു മൈ മുംബൈ. ഇറ്റ്സ് മൈ മുംബൈ. എന്നെ ഞാനാക്കിയ മുംബൈ. ഒരുപാട് മാസങ്ങൾ ഫുട്പാത്തിൽ, ധാരാവിലൊരു ഓഫീസ്. ജസ്റ്റ് ഇമാജിൻ. എന്ത് വേണമെങ്കിലും നമുക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നത്തിങ് ഇമ്പോസിബിൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ച മുംബൈ. സത്യം. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ആ പ്രചോദനം കൊണ്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് തുടങ്ങിയ സമയത്ത് ഇവിടെ ഒരു ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉള്ളവരൊക്കെ ഈ ടിക്കറ്റിംഗ് ഏജൻസാണ്. പ്രത്യേകിച്ച് ഈ ഗൾഫിലേക്ക് ടിക്കറ്റിംഗ് ഏജൻസി എല്ലാവരും ടിക്കറ്റിൻ്റെ പിന്നാലെ. ആ ടിക്കറ്റിനാണെങ്കിൽ ഒരുപാട് റെമ്യൂണറേഷനൊക്കെ കിട്ടുന്നു. ഇപ്പോൾ ഒന്നുമില്ല ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു ടൂറ് സ്ഥാപനം തുടങ്ങാം എന്ന് തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് എങ്കിലും ആളുകൾ ഇന്നത്തെ മാതിരി ടൂറ് എന്ന് പറയുന്നൊരു അൺനെസസറി എക്സ്പെൻസാണ്. ആ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാമില്ല. ബാങ്കിലിട്ട് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങാം, ഇതൊരു വേസ്റ്റ് അല്ലേ. ആ ഒരു സമയത്താണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു കോൺസെപ്റ്റ് മാറ്റാൻ സാർ എന്താ ചെയ്തത് വെച്ചെങ്കിൽ, ഇപ്പം ആൾക്കാർക്ക് കുറച്ച് സമയം 4 ദിവസം കിട്ടിയാൽ ഒരു വെക്കേഷന് പോകാന്നുള്ളതാണ്. സ്റ്റേക്കേഷൻ, വെക്കേഷൻ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മളിപ്പോൾ കേട്ടു തുടങ്ങി. ആ കാലത്ത് ഇപ്പം ഞങ്ങൾക്കൊക്കെ, എൻ്റെയൊക്കെ അച്ഛനും, ഞാൻ മാക്സിമം എൻ്റെ ടൂറിനൊക്കെ ഗുരുവായൂർ അമ്പലത്തിലേക്കായിരുന്നു. പിന്നെ അമ്മ ബോംബെക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ അച്ഛനും. പിന്നെ അച്ഛൻ ദുബായിലിരുന്ന സമയത്ത് അച്ഛൻ്റെ ആ ഭാഗങ്ങൾ കാണാൻ ഞാൻ പോയിട്ടുണ്ട്, ആ ദുബായ് സ്ഥലങ്ങളൊക്കെ. പക്ഷേ സാധാരണ ആൾക്കാർക്ക് ആ മനസ്ഥിതി മാറ്റാൻ സാർ ചെയ്ത കാര്യങ്ങൾ എന്താ? അന്നത്തെ കാലത്ത് നമ്മളുടെ ഈ ഗൂഗിളും ഇല്ല, മൊബൈലും ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഏറ്റവും ആദ്യം ഒരു മൊബൈൽ വരുന്നത് തന്നെ നമ്മുടെ ധീരുഭായ് അംബാനിയുടെ ഒരു അതിലാണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ ആ സമയത്ത് പേപ്പർ, അപ്പോൾ ഈ മലയാള മനോരമയാണ് ഈ കൂടുതലും ആളുകൾ ഇത് ചെയ്യുന്നത്. ഈ ഒരു ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഞങ്ങൾ ക്ലാസിഫൈഡിൽ ആഡ് ചെയ്യും. തായ്ലൻഡ് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ആദ്യം ചൂസ് ചെയ്തു. അങ്ങനെ കുറേ പ്രാവശ്യം തായ്ലൻഡിലേക്ക് പോയി. പിന്നെ സിംഗപ്പൂർ, മലേഷ്യ ആഡ് ചെയ്തു അതിൻ്റെ കൂടെ. പിന്നെ അതിൻ്റെ കൂടെ ചൈന. അങ്ങനെ പിന്നീട് യൂറോപ്പ് വന്നപ്പോൾ ഒരു ചലഞ്ചായി. കാരണം വെച്ചാൽ അതൊരു കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു, ആദ്യകാലങ്ങളിലെ യൂറോപ്പെല്ലാം തന്നെ വളരെ ലോങ്ങർ ഡേയ്സ് ആയിരുന്നു. 22 days, 23 days. അപ്പോൾ അതിലേക്ക് ആളെ കിട്ടുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഈ അഡ്വർടൈസ് ചെയ്തിട്ട് ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ലോട്ടറി കിട്ടിയെന്ന് ഈക്വല. അപ്പോൾ ആ കോള് കിട്ടിയ ഉടനെ അത് എവിടെയായാലും ശരി, അതിപ്പോൾ ചിലപ്പോൾ ആ കോള് കിട്ടിയത് തിരുവനന്തപുരത്ത് നിന്നായിരിക്കും. നാളെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കുള്ളിൽ വി വിൽ നോക്ക് ദെയർ ഡോർ. അവിടെ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അഡ്വാൻസ് വാങ്ങിയിട്ട് വരുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അതുകൊണ്ടാണ് ടൈംസ് ബിസിനസിന്റെ ട്രസ്റ്റഡ് ടൂർ ഓപ്പറേറ്റർ അവാർഡ് സാർ 2024 വാങ്ങിച്ചത്. ഇത്രയും കാലത്തെ ബിസിനസ്സിൽ ഈ ട്രാവലിൻ്റെ ഒരു സ്കോപ്പ് മാറിയിട്ടുണ്ട്, റൈറ്റ്? ആൾക്കാരുടെ ഇപ്പം ഈ പറഞ്ഞ യൂറോപ്പ് ആഡ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അന്ന് തുടങ്ങിയാലും ഇപ്പോൾ ഈ ബിസിനസ് നടത്തുമ്പോൾ സാറിന് ചെയ്യേണ്ടി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? അന്ന് ഈ ഒരു ടൂർ പോകുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു ചിലപ്പോൾ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്നൊരു പ്രോസസ്സായിരുന്നു. അതിനകത്ത് അവരുടെ മനസ്സും ശരീരവും ഈ കുറേ നാളത്തെ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം കൂടിയിട്ടാണ് അത് ചിലവഴിക്കുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മളൊരു കോഫി കഴിക്കുന്ന അതേപോലെ ജസ്റ്റ് വീക്കെൻഡ് അങ്ങനെയൊക്കെയാണ്.
പക്ഷേ അന്നത്തെ ആ ടൂറിൻ്റെ പ്രത്യേകത ഇന്നത്തെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നിപ്പോൾ കഷ്ടം എന്ന് എനിക്ക് പറയാൻ പറ്റൂ പെട്ടെന്ന്. കാരണം എന്താ വെച്ചാൽ അവിടെ പോയി കുറേ രാജ്യങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാക്കുക, അതിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് സെൽഫി അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുക, ദെൻ അത് നമ്മുടെ ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റുള്ളവർ അറിയിക്കുക. ഓക്കെ 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 വെൽ ട്രാവൽഡ്. 9/11 സമയത്ത് സാറിന് ചാലഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നോ? മറ്റേ ഈ കംപ്ലീറ്റ് ഏവിയേഷൻ ബിസിനസ്സിന് തന്നെ, പിന്നെ അതുമാതിരി കോവിഡ് ആണെങ്കിലും ഏത് നാട്ടിൽ യുദ്ധം ചെയ്താലും ആദ്യം എഫക്റ്റ് ചെയ്യുക ആ ഭാഗത്തുള്ള എയർലൈൻസ്. റൈറ്റ്. എവിടെ എന്ത് സംഭവിച്ചാലും ശരി, ഇപ്പോൾ ആസ് യു സെഡ് 9/11 അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അഗ്നിപർവ്വതം പൊട്ടി അല്ലെങ്കിൽ ഒരു യുദ്ധം, അപ്പോൾ ആ യുദ്ധം എന്ന് പറയുന്നത് അപ്പോഴേക്കും അയ്യോ പോകണ്ട കേട്ടോ അവിടെ യുദ്ധമാണ്. ആരെങ്കിലും പോകാൻ തയ്യാറായാൽ തന്നെ അവരുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പറയും പോകെ അങ്ങോട്ട്, അവിടെ യുദ്ധമല്ലേ നടക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമാണ്, നമുക്ക് അത് തോന്നിയിട്ടുണ്ടോ നമ്മൾ യുദ്ധത്തിലാണെന്ന്? അപ്പോൾ ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യുന്നതും ഏറ്റവും അവസാനം മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഈ ലിഷർ ഡിവിഷൻ. എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയാൽ മതി, അപ്പോൾ ഞങ്ങൾ എഫക്റ്റ് ചെയ്യും. പക്ഷെ അതൊന്ന് പിന്നെ നോർമൽസിലേക്ക് വരണമെങ്കിൽ കുറേ വെയിറ്റ് ചെയ്യണം. അത് തന്നെയാണ് ഈ കോവിഡിൽ സംഭവിച്ചത്. നാച്ചുറലി കോവിഡ് വന്നത് ഏറ്റവും ആദ്യം ഇന്ത്യയിലാണ്, അതും തൃശ്ശൂർ. ആൻഡ് ഫെബ്രുവരി 2020. ഓരോരോ വർഷവും ഈ ഒരു ടൂർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ അടുത്ത വർഷത്തേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള യാത്രാപ്രേമികളെ സംഗമം ഉണ്ടാക്കി അവർക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കൊടുക്കുക. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2019 നടന്ന ടൂർ ഫെസ്റ്റ്, അത് നടക്കുന്നത് കൂടുതലും നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിലാണ്. ആൻഡ് ഞങ്ങൾ ഉണ്ടാക്കിയ ബുക്കിംഗ് 4105 പേരാണ്. ആൻഡ് വി വർ സോ ഹാപ്പി. ആൻഡ് അതും ഈ 2-2.5 മാസം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അവർ പേ ചെയ്ത എമൗണ്ടോ 10 കോടിയാണ്. എന്നിട്ടാണ് ഈ കോവിഡ് വന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും ആളുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ്. അതിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള എമൗണ്ട് ഞങ്ങൾ പോകുന്നത് എയർലൈൻസിനാണ്. അവിടെ 25% പേയ്മെൻറ്റ് വിച്ച് ഈസ് നോൺ റിഫണ്ടബിൾ ആണ്. അപ്പോൾ അതിലൊരു 5 കോടി പ്ലസ് എയർലൈൻസിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ഒരു 2 കോടി പിന്നെ മറ്റ് രാജ്യങ്ങളിലത്തെ ഇൻറ്റേർണൽ ഫ്ലൈറ്റ്സും ഷിപ്സും പിന്നെ ഈ ട്രെയിനും അങ്ങനെയുള്ളതിലൊക്കെ പോയി. വി ഹാഡ് എ ഗുഡ് ബാക്കപ്പ് ഫ്രം സം അഡ്വൈസേഴ്സ്. മെയിനായിട്ടുള്ള കുറേ സ്റ്റാഫിനെ നിലനിർത്തി ഓൺ എ റെഡ്യൂസ് സാലറി. ആൻഡ് വി കെപ്റ്റ് ദ ഓഫീസ് ഓപ്പൺ throughout. And we are the only tour operator in India, 100%, probably, I don't know, in the world, but we kept it open. Except government പറയുന്ന സമയമുണ്ടല്ലോ, 14 days you have to ലോക്ക്ഡൗൺ ആണ്, കേന്ദ്രത്തിൻ്റെ ലോക്ക്ഡൗൺ, ആ സമയം ഒഴികെ ബാക്കിയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫ്, ദോ ഇറ്റ് ഇസ് എ റെഡ്യൂസ് സാലറി, എവരിബഡി എവറി ഡേ കംസ് ടു ഓഫീസ്. ചിലപ്പോൾ ഞങ്ങൾ ഓഫീസിൽ വന്നിട്ട് പറയുന്നത് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന് റെസിപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും, ആ രാജ്യത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കും, അതിൻ്റെ നെക്സ്റ്റ് ഡേ എക്സാം, അങ്ങനെ. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടായി, വി വേർ ക്ലോസ്ലി ഫോളോയിങ് അപ്പ്. അപ്പം November 8th വെൻ അമേരിക്ക ഈസ് ഓപ്പൺ, November 9th ഞങ്ങളുടെ ഗ്രൂപ്പ് അമേരിക്കയിൽ ലാൻഡ് ചെയ്തു. അത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ അല്ല, ലോകത്തിൽ നിന്നും തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് ടു എൻറ്റർ ഇൻ അമേരിക്കൻ സോയിൽ ഈസ് സോമൻസ് ഗ്രൂപ്പ് ഓൺ November 9th. Oh my God, that's nice. Yes. November 8 എനിക്ക് ഓർമ്മ വന്നത് ഡീമോണിറ്റൈസേഷൻ ആണ്, പക്ഷെ ഇത് നല്ല കാര്യമാണ്. എത്ര രാജ്യങ്ങൾ സാർ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഓൾമോസ്റ്റ് ഓൾ 7 continents. എനിക്ക് ഓപ്ഷൻ ഇല്ല, പോയേ പറ്റൂ. എനിക്ക് ആ രാജ്യം കാണണം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനിക്കില്ല. ടൂറിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പൊക്കെ എവിടേക്കാണോ പോകുന്നത് അവിടെ മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ആ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഫ്രീ ടൈം ഇല്ല. അതാണ് ലോകം കാണിച്ചു കൊടുക്കുന്ന മേജർ യാത്രക്കാരനാണ് ഈ ലോകയാത്ര.com തുടങ്ങാനുള്ള സംരംഭം ഉണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് ഞങ്ങൾ, പ്രത്യേകിച്ച് ഈ 2024 സംഭവിച്ച ചില കാര്യങ്ങളാണ്. അതായത്
ഒത്തിരി പുതിയ ടൂർ ഓപ്പറേറ്റേഴ്സ് വന്നു. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ 2 വർഷമോ 3 വർഷമോ ജോലി ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവർ ഒരാളോ 2 പേര് ഇറങ്ങുന്നു. അവർക്ക് കുറച്ച് ഐഡിയ ഉണ്ട്. അവർ ഒരു സ്ഥാപനം തുടങ്ങുന്നു. അവർക്ക് സ്വന്തമായിട്ട് ഓഫീസും കാര്യങ്ങളും ഇല്ല. ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമായിരിക്കും. ദേ ഹെൽപ്പ് ഈച്ച് അതർ. റെൻറ്റ് കൊടുക്കണ്ട, ഇലക്ട്രിസിറ്റി കൊടുക്കണ്ട. ദെൻ ദേ പുട്ട് ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ഈസി ആയിട്ടൊരു ഏഷ്യയിലത്തെ തായ്ലൻഡോ അല്ലെങ്കിൽ മലേഷ്യയോ അല്ലെങ്കിൽ വിയറ്റ്നാമോ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ പിന്നെ ഇന്ത്യക്കകത്ത് കാശ്മീരൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരു വളരെ കാച്ചബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, കൊള്ളാലോ, കാശ്മീർ 30,000 പോവാം, അല്ലെങ്കിൽ തായ്ലൻഡ് 35,000 പോവാം, കൊള്ളാലോ. അപ്പോൾ അതിൽ ആളുകൾ ആകർഷകരായി ബുക്ക് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്, ഇത് വിഡ്ഢിത്തരായിപ്പോയി. അവിടെ ചെന്നിട്ട് കുറേ കൂടിയും പൈസ ചിലവാക്കിയാൽ മാത്രമേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി എന്നെ സംബന്ധിച്ചോളം, മലയാളികളെ സംബന്ധിച്ചോളം നമ്മൾ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ സാക്ഷരതയിൽ നമ്പർ 1 ആണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ജനീവ എയർപോർട്ടിലെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എൻ്റെ തൊട്ട സീറ്റിൽ ഒരാൾ വന്നിരുന്നു. ആളായിട്ട് പരിചയപ്പെട്ടു. ഈസ് ഫ്രം ആന്ധ്ര ആൻഡ് ഈസ് യുണൈറ്റഡ് നേഷനിൽ വർക്ക് ചെയ്യുക. ജനീവയിലാണല്ലോ അതിൻ്റെ ഓഫീസ്. അപ്പോൾ പരിചയപ്പെട്ടു. യു ആർ ഫ്രം കേരള. യു ആർ. ഞങ്ങളൊന്നുമല്ല. ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പം എത്താൻ ഞങ്ങൾ എത്ര വർഷം എടുക്കും എന്നൊക്കെ ഇങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റ്ലി ഏറ്റവും ഈസി ആയിട്ട് പറ്റിക്കപ്പെടാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ സ്റ്റണ്ടായിപ്പോയി. 10,000 20,000 ആക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഇതിലൊക്കെ പെടുന്നത് നമ്മളാണ്. വിസ തട്ടിപ്പ്, പല കാര്യങ്ങളും, എല്ലാത്തിനും. അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മളത് അന്വേഷിക്കുന്നില്ല. പലരും അന്വേഷിക്കുന്നില്ല. പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പിന്നെ പോലീസിനെയും കാര്യങ്ങളൊക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ്. ലോകം നിങ്ങളെ കാണട്ടെ എന്ന് പറഞ്ഞ ടാഗ് ലൈനിൻ്റെ പിന്നിൽ എന്തായിരുന്നു? അതൊരു അടിപൊളി ടാഗ് ലൈനാണ്. താങ്ക് യു. സി, ആക്ച്വലി ലോകം നിങ്ങളെ കാണട്ടെ എന്ന ആ ഒരു ടാഗ് ലൈൻ എന്ത് തന്നെയായാലും നമ്മൾ വെൻ യു ട്രാവൽ, നമ്മൾ എവിടെ പോയാലും ശരി, നമ്മൾ ആ ലോകം കാണുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ലോകം നിങ്ങളെയും കാണുന്നുണ്ട്, അവിടുത്തെ ആളുകളും നിങ്ങളെ കാണുന്നുണ്ട്. ഐ ഓപ്റ്റഡ് ദ സെക്കൻഡ് വൺ. നിങ്ങൾ ലോകം കാണുന്നുണ്ട്, ലോകം നിങ്ങളെയും കാണുന്നുണ്ട്. അപ്പോൾ ആ ലോകം നിങ്ങളെ കാണട്ടെ എന്നത് ഞങ്ങൾക്ക് വലിയൊരു ഹിറ്റായിരുന്നു. സാർ, ഈ അടുത്ത കാലത്ത് 7ാം ക്ലാസ്സിലെ കുട്ടികളെ ജപ്പാനിലേക്ക് കൊണ്ടുപോയി. അമേരിക്കയ്ക്കാണ്, ജപ്പാനല്ല. അതിനെ കുറിച്ചൊന്ന് പറയാം. ഈ എത്ര പിള്ളേരുണ്ടായിരുന്നു? അതിനകത്ത് 40 പേര്. അതൊന്ന് കേൾക്കട്ടെ. പല സ്കൂളുകളും പല കോളേജുകളിലും കൾച്ചറൽ എക്സ്ചേഞ്ചും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ടൂറുകളും ഉണ്ട്. ഈ മുൻപൊക്കെ നമ്മളുടെ പല യൂണിവേഴ്സിറ്റീസ് ഓൾ ഓവർ ഇൻ കർണാടക കുട്ടികളെ അതിൻ്റെ ഭാഗമാണ്. അതായത് ഈ പഠിപ്പിൻ്റെ കൂടെ തന്നെ അങ്ങനെയുള്ളുണ്ട്. അത്ര കുറേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ ഒരു ചലഞ്ചായിട്ടാണ് ഞങ്ങൾ എടുത്തത്. 40 കുട്ടികൾ, കുറേ ടീച്ചേഴ്സ്, പ്രിൻസിപ്പള്, എല്ലാവരും കൂടിയിട്ട് അമേരിക്കയുടെ ഈസ്റ്റും വെസ്റ്റും. ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ കുട്ടികൾക്ക് പിന്നെ ഒരുപാട്. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് ആക്ച്വലി എമിറേറ്റ്സ് വഴിയായിരുന്നു അത് പോയിരുന്നത്. അവിടെ ഒരു ഫ്ലഡ് വന്നു. കേട്ട് കാണും. എന്നിട്ട് എയർപോർട്ടെല്ലാം ക്ലോസ്ഡ് ആയി. ഞങ്ങളുടെ ഇൻറ്റേർണൽ ഫ്ലൈറ്റ്സ് മുഴുവനും അപ്സ് ആൻഡ് ഡൗൺ ആയി. ഒത്തിരി ഇഷ്യൂ ഉണ്ടായി. ബട്ട് വി ഓവർകെയിം ആൻഡ് ഹാവ് എൻജോയ്ഡ്. ഒരു ക്രൈസിസ് ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ തീർച്ചയായിട്ടും. കുട്ടികൾ കഴിഞ്ഞു, ഞാൻ സീനിയർ സിറ്റിസണിലേക്ക് പോട്ടെ. അവരെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ്? കാരണം പലർക്കും നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദറിന് എപ്പോഴും കാണും. നമ്മൾ വിചാരിക്കുന്ന എല്ലാവർക്കും ഒരേ ഇഷ്ടാവില്ല. ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർക്കല്ല. എസ്പെഷ്യലി സീനിയർ സിറ്റിസണിനെ പോർഷൻ കൂടുതൽ അവരുടെ എന്താ പറയുക, റിക്വയർമെൻറ്റ്സ് വളരെ വ്യത്യസ്തമുള്ളതായിരിക്കും. സോ അവരെ എല്ലാവരും കൂടി യോജിപ്പിച്ച് ലോകത്തിനെ കാണിക്കാൻ സാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രായമായിട്ടുള്ള അച്ഛനമ്മയും മാത്രമുള്ള ഒരുപാട് വീടുകളുണ്ട്. അവരുടെയൊക്കെ കുട്ടികൾ എവിടെയൊക്കെയാണ്, ദേ ഹാവ് മണി. അപ്പോൾ പിന്നീട് ഒരു ആഗ്രഹമുള്ളത് ഒരു എവിടേക്കെങ്കിലൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ആഗ്രഹങ്ങൾ കൊച്ചു ആഗ്രഹങ്ങളാണ്. പൈസ ഒരു പ്രശ്നമല്ല. പക്ഷേ എങ്കിൽ പോലും അപ്പോൾ ഒരു ദിവസം എൻ്റെ ഓഫീസിൽ കുറച്ച് സീനിയർ സിറ്റിസൺസ്
70-ന് മീതെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ടൂർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ പേ ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട്സ് പറഞ്ഞു ഞങ്ങളുടെ ഇൻഷുറൻസ് 70 ഇയേഴ്സ് വരെയുള്ളൂ, ഞാൻ 75 ആണ്, എൻ്റെ വൈഫ് 72 ആണ്, അപ്പോൾ അതിന് എക്സ്ട്രാ പൈസ തരണമെന്ന് പറഞ്ഞു. അത് ഉടനെ ഞാൻ പറഞ്ഞു, സർ യു വിൽ നോട്ട് പേ എനിത്തിങ് എക്സ്ട്രാ. ഇൻഷുറൻസ് കമ്പനി 70 വരെയാണ് അവർ കംഫർട്ടബിളായിട്ട്, അത് 70 to 80 ആക്കി. അപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ഞങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ 80 വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസ് ഉണ്ട്. അതാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ടൂർ പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരാഗ്രഹിച്ചിട്ടുള്ള ആ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുക, ഈ ബസ്സിൽ കഴിയുന്നു അവർക്ക് ഫ്രണ്ട് പോർഷനിൽ ഇരിക്കുക, പിന്നെ അവരുടെ ബാഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാൻ സഹായിക്കുക, അങ്ങനെ ചെറിയ കാര്യങ്ങൾ മതി, ഒരു ടച്ച്, ഒരു ഫെദർ ടച്ച് മതി. അപ്പോൾ അവർക്ക് തോന്നുകയാണ്. എൻ്റെ കൂടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഐ വാസ് കമ്മിങ് ഫ്രം സൗത്ത് ആഫ്രിക്ക. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ തിരിച്ചു വന്ന് ബോംബെ വഴിയാണ്. അപ്പോൾ ബോംബെ എയർപോർട്ടിൽ ഒരു ലോഞ്ച് എടുത്തിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വരികയാണ്. കോള് വന്നത് എൻ്റെ ഒരു കസ്റ്റമറുടെ അടുത്താണ്. അദ്ദേഹം വളരെ, ഐ തിങ്ക് ഹീസ് ഓവർ 80 years. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകള് അമേരിക്കയിൽ നിന്ന് വിളിക്കുകയാണ്, ഒന്ന് അറ്റൻഡ് ചെയ്യാമോ? അതിനെന്താ? അപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തു, യെസ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ആ ടൂറ് അവർ എൻജോയ് ചെയ്തത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി സാറിനോടൊന്ന് സംസാരിക്കണമെന്ന്. അങ്ങനെ ഒരു കാര്യം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബമ്പർ 25 കോടിയൊക്കെ നമുക്ക് കിട്ടിയില്ല. അതുമാതിരി മോഹനേട്ടൻ്റെ വൈഫിന് അതൊന്ന് പറയുമോ? അദ്ദേഹം വൈഫും കൂടി ഒരുമിച്ച് യാത്ര ചെയ്ത് ഇപ്പം അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറിൻ്റെ ടൂറിൽ വന്നിരുന്നു എന്ന് ഞാൻ കേട്ടു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓഫീസിൽ പറഞ്ഞു, ഇവിടേക്ക് ഒരാൾ വന്നിരുന്നു, കാലിൽ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ്, ഒരു മുണ്ടെടുത്തിട്ടാണ് വന്നത്, 2 പാസ്പോർട്ട് തന്നിട്ട് പോയി, UK യൂറോപ്പൊക്കെ കാണണം. പിന്നെ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കണോ വേണ്ടേ എന്നത് സാർ വന്നിട്ടാകാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, ഒന്നുമില്ല, എന്താ ചെയ്യണ്ടേ? അപ്പം ഞാനിങ്ങനെ വെച്ചു നോക്കുമ്പോൾ എവിടെയും ട്രാവൽ ചെയ്യാത്ത 2 പാസ്പോർട്ടാണ്. തിരിച്ചു കൊടുക്കണോ വേണ്ടേ? ഒരു UK വിസ എടുക്കണമെങ്കിൽ മിനിമം കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് ആ ടൂർ പോകാനുള്ള പൈസ അവരുടെ അടുത്ത് വേണം, പിന്നെ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പ് വേണം, അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യണം. ദെൻ ഒരു ദിവസം എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഇവരെ നമുക്ക് സ്പോൺസർ ചെയ്തുകൂടാ? ഞാൻ ഓഫീസിൽ വന്നു, അവരെ വിളിച്ചു, ഒരു ലെറ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു മലയാളത്തിൽ, അവരുടെ ആഗ്രഹം UK യൂറോപ്പ് വിസിറ്റ് ചെയ്യണമെന്ന്. ആ ലെറ്റർ ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ ടു ദ UK കോൺസുലേറ്റ്. എനിക്ക് ഈ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഐ ഹാപ്പൻ ടു സീ ദീസ് പീപ്പിൾ. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവരെ ഞാൻ സ്പോൺസർ ചെയ്യുകയാണ്. ഇതാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഞാനാണ് അതിൻ്റെ കൂടെ പോകുന്നത്. ഐ വിൽ മേക്ക് ഷുവർ ദേ റിട്ടേൺ ബാക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ UK വിസ കിട്ടുന്നു, അത് കഴിഞ്ഞിട്ട് ഈ ഷെങ്കൻ വിസ കിട്ടുന്നു, എന്നിട്ട് എൻ്റെ കൂടെ അവർ UK യൂറോപ്പ് വരുന്നു. അവിടെ അവസാനിച്ചില്ല, 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവർ അമേരിക്കയ്ക്ക് പോവുകയാണ്. ആ അമേരിക്കയ്ക്കും അവരെ ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് പിക്കപ്പ് ചെയ്തിട്ടാണ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദേശാഭിമാനി റോഡിൻ്റെ അവിടേക്ക് എത്തുന്ന സമയത്ത് ഐ എം ഗെറ്റിംഗ് എ കോള് പറയാം, ഐ എം അമിതാഭ് ബച്ചൻ, ഐ എം ടോക്കിംഗ് ടു മിസ്റ്റർ സോമൻ, മിസ്റ്റർ വിജയൻ ഈസ് വിത്ത് യു, ടെൽ ഹിം ഐ ആം സെൻഡിങ് 50,000 ഫോർ ഹിസ് അമേരിക്കൻ ട്രിപ്പ്. എനിക്ക് വയ്യ. പിന്നെ അവിടെ നിന്നില്ല, പിന്നെ ഷബാന ആസ്മി 50,000, അനുപം കയറി 50,000, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചായക്കട നടത്തുകയാണല്ലോ. അതെ, അത് നിസ്സാര പൈസ ചായക്കൊക്കെ. അതാണ് ആക്ച്വലി ഈ ട്രാവലിൻ്റെ ആ ആഗ്രഹവും അതിൻ്റെ ആ പെർസ്പെക്റ്റീവൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി മറിച്ചൊരു വ്യക്തിയാണ് വിജയൻ ചേട്ടൻ. സത്യം. മരിക്കുന്നത് വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ കുറേ യാത്ര ചെയ്തു. അപ്പോൾ പിന്നെ ഒരു ആഗ്രഹമായിരുന്നു ജപ്പാൻ പോകുക എന്ന് പറയും. അപ്പോൾ മരിച്ചു. അപ്പോൾ പിന്നെ ആ ജപ്പാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പുള്ളിയുടെ വൈഫ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകുന്ന അവർ ജപ്പാനിലേക്ക്. കഴിഞ്ഞ മുമ്പത്തെ വർഷം പോയി. ഓ മൈ ഗോഡ്, എന്തൊരു നല്ല. ഇതിങ്ങനത്തെ ഒരുപാട് ഇത് കുറച്ചുകൂടി ടച്ചിങ് ആണ്. തമാശകൾ എന്തെങ്കിലും യാത്രകൾ ഉണ്ടായിട്ടുണ്ടോ?
എല്ലാ ടൂറുകളും ഫണ്ണാണല്ലോ. കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതുമെല്ലാം അത് ഫണ്ണിലൂടെ മാത്രമേ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. ആക്ച്വലി യാത്ര എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങൾ കാണുകയല്ല, ആക്ച്വലി യാത്രയാണ്. ആ യാത്ര അത് ഒരു 100% ആകണമെങ്കിൽ അവിടെ പാട്ടും കൂത്തും തമാശയും ഒക്കെ തന്നെ വേണം. അസാമാന്യ ക്ഷമ വേണമല്ലേ? എല്ലാവരും നമ്മുടെ മാതിരി ആയിക്കോളുന്നില്ല, വിച്ച് ഇസ് ഫൈൻ. ഒരു പ്ലെയിൻ ലേറ്റ് ആയാൽ ആ കൗണ്ടറിൽ നിന്നുകൊണ്ട് ആൾക്കാർ ആ കുട്ടീനെ ചീത്ത വിളിക്കുന്നത്. ആ കുട്ടിക്ക് ഒന്നും ചെയ്താൽ എയർബോൺ ആയിട്ടില്ല ആ പ്ലെയിൻ, അത് ലാൻഡ് ചെയ്താലേ എന്തെങ്കിലും പറ്റും. അപ്പോൾ എന്തുമാതിരി ചീത്തയെ വിളിക്കുന്നത്. ഒരിക്കൽ ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ട്. പറയുന്നതൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മ അച്ഛനൊക്കെയാണ്, ഒരു ബന്ധമില്ലാത്ത. അപ്പം അങ്ങനത്തെ ആൾക്കാരെ ഹാൻഡിൽ സെർവ് ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്? ഈ വർഷം തന്നെ ഇനീഷ്യലി നമ്മൾ ഈ ഡൽഹിക്ക് പോകുന്ന ഒരു ടൂറാണ്. അപ്പോൾ അവിടെ സഡൻലി ഫോഗ് വന്നു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കണക്റ്റിംഗ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബിക്കോസ് ഓഫ് ദ ഫോഗ് ഫ്ലൈറ്റ് തിരിച്ചു വിട്ടു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഡൽഹിക്ക് വന്നു, അപ്പോഴേക്കും ട്രെയിൻ പോയി. അപ്പോൾ അതിന് കസ്റ്റമറുടെ റിയാക്ഷൻ, വി ഹാവ് സെലക്റ്റഡ് സോമൻസ് ചെയ്യേണ്ടതല്ലത്. നിങ്ങൾക്ക് ശരിക്കും ഒരു പ്ലാനിൻ്റെ കുറവുണ്ട്. നിങ്ങളിത് ഈ ഫോഗ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമായിരുന്നു. ഞങ്ങൾ വേറെ ഒരു കമ്പനിയിലാണ് ഇത് പോയിച്ചെങ്കിൽ ഓക്കെ, സോമൻ ചെയ്യാൻ പാടില്ല. ഈ ഇങ്ങനെയൊക്കെയാ പോകുന്നത് ആളുകളുടെ എക്സ്പെക്ടേഷൻ. അത് ഇത് ഞാൻ പേപ്പറിൽ എഴുതി കാണിച്ചെങ്കിൽ സോമൻ്റെ ഇതിൽ പോയാൽ മതി. അങ്ങനെയുള്ളൊരു USP സർ 26 വർഷത്തിൽ എന്താ? ഞങ്ങളുടെ കൂടെ പോയാൽ മതി, അത് മാത്രമാണ് നല്ലത് എന്ന് ഈവൻ ചില ഇതേ ഫീൽഡിലുള്ള ട്രാവൽ ഏജൻസ് അവരുടെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ പേരൻസിനോടോ പറയാറുണ്ട്, യൂറോപ്പിലേക്ക് പോകുകയാണെങ്കിൽ സോമൻസിൻ്റെ കൂടെ പോയാൽ മതി. മനസ്സിലായോ? അത് വി ഹാവ് ക്രിയേറ്റഡ് ദാറ്റ് തിങ് ലാസ്റ്റ്. ഒന്നാമത് ഏറ്റവും ആദ്യം യൂറോപ്പിലേക്ക് ഒരു ഗ്രൂപ്പ് ടൂർ ചെയ്ത് ഞങ്ങളാണ്. അമേരിക്കയിലേക്ക് ഞങ്ങളാ ചെയ്തത്, ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങളാ ചെയ്തത്. അങ്ങനെ ഒത്തിരി USP ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഈ പോകുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു ടൂർ മാനേജർ ഉണ്ടാകുക. പിന്നെ ഞങ്ങൾ പണ്ട് മുതലേ പറയുന്നത് യു കം ടു ദ എയർപോർട്ട്, വി ആർ ദർ. അപ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി എയർപോർട്ട് വരെയാണ്, എയർപോർട്ട് മുതൽ എയർപോർട്ട് വരെ. അപ്പോൾ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കും പിന്നെ തിരിച്ചു വന്നിട്ട് ഈ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കും മാത്രമുള്ള കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. റെസ്റ്റ് യു ലീവ് ഇറ്റ് ടു അസ്. ഒരു ഷോപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ഒരു എക്സ്ട്രാ പൈസ ഇല്ല. അതായത് ഞങ്ങളുടെ ഒരു ടൂറിലും ഓപ്ഷണൽ എന്ന വാക്കില്ല. അതായത് അവിടെ ചെന്ന് അത് കാണണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം, അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ കണ്ടീഷൻസ് അപ്ലൈ ഉണ്ടോ? ഇല്ല, കണ്ടീഷൻസ് അപ്ലൈ ഇല്ലാത്ത ഒരു ടൂർ ഓപ്പറേറ്റർ. അതിപ്പോൾ ഞങ്ങൾ ഇവിടെ തുടങ്ങിയ സമയത്ത് മുഴുവൻ കണ്ടീഷൻ അപ്ലൈ ആണ്. മനസ്സിലായി? അതിൻ്റെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് അതിൽ ലാൻഡ് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ടൂർ ഓപ്പറേറ്റേഴ്സ് മുഴുവനും ഈ മെയിൻലി നോർത്ത് ഇന്ത്യൻസാണ്. ഈ തോമസ് കുക്ക്, കോക്സ് ആൻഡ് കിങ് അങ്ങനെയുള്ളവർ. അതിനകത്ത് മുഴുവനും കണ്ടീഷൻ അപ്ലൈ ആണ്. അവരുടെ അടിയിൽ കണ്ടീഷൻ അപ്ലൈ കാണും. അതിനകത്ത് ടിക്കറ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ വിസ ഉണ്ടാവില്ല, ചിലപ്പോൾ പല ടൂറുകളും ഉണ്ടാവില്ല. യു ആഡ് ഓൺ. പക്ഷെ അതിനകത്ത് വലിയൊരു ഹെഡ്ലൈൻസ് വയ്ക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ട്രാവൽ, ചിൽഡ്രൻ ഗോസ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളാണ് ആദ്യമായി ഒരു കണ്ടീഷൻ അപ്ലൈ ഇല്ലാത്ത ഒരു കംപ്ലീറ്റ് ടൂറുകൾ ചെയ്ത ഒരു സ്ഥാപനം. അതുകൊണ്ടായിരിക്കാം. അതെ സർ, ഈ ലോകയാത്ര.com ഇപ്പോഴത്തെയും ഇനിയുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ്? ടൂർ പോകാൻ ആഗ്രഹം ഒരുപാടുള്ള, അതേ സമയത്ത് അതിന് ഒരുപാട് പൈസ കൊടുക്കാൻ കഴിവില്ലാത്ത കുറേയധികം പേരുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഒരു ലോട്ടറി കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ എൻ്റെ മനസ്സോട് ചോദിച്ചപ്പോൾ എനിക്ക് കരുതി കുറേ പ്രായമായിട്ടുള്ള ആളുകളെ വിമാനം കയറ്റുക. അതേപോലെയുള്ള ഒന്നാണ് ഈ .com എന്ന് പറയുന്ന പുതിയൊരു സംരംഭം. ഏറ്റവും കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ പലരും ആഗ്രഹിക്കുന്നത് വിദേശത്തേക്ക് പോകാനാണ്, ഇന്ത്യക്ക് പുറത്ത് ട്രാവൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിൽ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ടൂറ് ഇപ്പോൾ കാശ്മീരാണെന്ന് തന്നെ വെക്കുക. കാശ്മീർ ടൂറ് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ കാശ്മീരിലെത്തണ്ടേ? അതെ, എന്നാലല്ലേ ആ കാശ്മീർ അല്ലേ ഇവിടെ. അപ്പോൾ ആ കാശ്മീരിൽ എത്താൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ഒരുപാടുണ്ട്.
അത് തന്നെ ഓഫ് സീസണിൽ തന്നെ ഏകദേശം 35,000 ആണ്. ഡൽഹി ശ്രീനഗറിന് 8,000 ഉറുപ്പ്യ ഉണ്ട്. ആ, ഞാൻ ഞെട്ടിപ്പോയി. അതാ ആകെ എത്ര 1 മണിക്കൂർ ഫ്ലൈറ്റ്? അത് ഭയങ്കര വലിയൊരു സെക്ടറാ, കാരണം ഭയങ്കര സെക്ടർ, മോസ്റ്റ് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഈ തായ്ലൻഡിൽ എത്തിയാലല്ലേ തായ്ലൻഡ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു 10,23,000 24,000 രൂപ വേണം എയർ ഫെയർ. അപ്പോൾ എങ്ങനെയാണ് ഈ 35,000 രൂപയ്ക്ക് തായ്ലൻഡ് എന്ന് പറയാൻ പറ്റുക? അപ്പോൾ 11,000 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ 11,000 രൂപയുടെ കൂടെ അതിൻ്റെ കൂടെ ഇൻഷുറൻസ് വേണം, GST വേണം, ഒരു ടൂർ മാനേജർ വേണം, പിന്നെ എത്ര ബാക്കിയുള്ളത്? 4,000. ഈ ഒരു കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ തായ്ലൻഡ് 35,000 രൂപയ്ക്ക്, ബട്ട് ഫ്ലൈറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? അതിനാണ് കാണാൻ പറ്റുന്നത്. ഇതാണ്. അപ്പോൾ വി ആർ ഗോയിങ് ടു എഡ്യൂക്കേറ്റ്. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതാണ്, എഡ്യൂക്കേറ്റ് ദ പാസഞ്ചർ. ഞങ്ങളാണെങ്കിൽ ആ സോമൻസിൻ്റെ അതേ രീതിയിൽ അതേ സർവീസിലായിരിക്കും ഇതും ചെയ്യുക. ഫൈനലി ദേ ഹാവ് ടു കം ബാക്ക് ഹാപ്പി. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു വൺ ടൈം പാസഞ്ചർ വേണ്ട. ഒരിക്കൽ പോയി നന്നായിട്ടാ, ഇനിയില്ല, നോ. ഇനിയും വരണം. ഞങ്ങൾക്ക് വേണ്ടത് അവർ റിപ്പീറ്റ് ആകുക എന്നുള്ളതാണ്. ഇത്രയും നല്ല ഓർമ്മകളുള്ള സാറിന് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം ലൈഫിലും ഈ യാത്രയിലും. ഉണ്ടോ അങ്ങനെ പറയാൻ? ഒരുപാടുണ്ട്. ഇപ്പം ഇത് തുടങ്ങിയ സമയം മുതലേ ഏകദേശം കോവിഡിൻ്റെ കുറച്ച് മുമ്പ് വരെ ഈ ത്രൂ ഔട്ട് ഞാൻ ആണ് അതിൻ്റെ കൂടെ ഈ ടൂർ മാനേജറായിട്ട് പോകുന്നത്. ഒരു ഓൾമോസ്റ്റ് 250-275 ഡേയ്സ് ഒരു വർഷത്തിൽ ട്രാവലാണ്. 360 ദിവസത്തിൽ. അതെ. അമേരിക്കയിൽ നിന്ന് വന്ന് നാളെ യൂറോപ്പിൽ പോവുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനൊരു ചലഞ്ചിൻ്റെ ഭാഗമാണ് പറയുന്നത്. ഞാൻ യൂറോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്പിൽ ട്രാവൽ ചെയ്ത് അവസാനിക്കാത്ത സമയത്ത് തിരിച്ചു വന്ന അന്ന് തന്നെ ഞാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകണം. അപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, സർ നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ വിസ ഇറങ്ങിയിട്ടില്ല. അയ്യോ എന്ത് പറ്റി? സബ്മിറ്റ് ചെയ്തിട്ട് 10-30 ദിവസമായി. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ദിവസം വരെയും വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ടിക്കറ്റ് ഡൽഹിക്ക് എടുത്തോളൂ, എന്നിട്ട് അവിടുന്ന് ലാസ്റ്റ് ഫ്ലൈറ്റിന് ഇങ്ങോട്ടും എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്ന് ഇറങ്ങുന്നു, അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി. അപ്പോൾ എമിറേറ്റ്സിലാണ് ആ സമയത്ത് കൂടുതൽ യാത്ര. അപ്പോൾ ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. എമിറേറ്റ്സ് എനിക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ആ സമയത്ത്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ വിൻഡോ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ട് ഇരിക്കുന്നത് ആശ ശരത്തും, അതിൻ്റെ തൊട്ട് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ജോയ് ആലുക്കാസ് സാറുമാണ്. നല്ലതായിട്ട് പറഞ്ഞേ സാറിനെ കുറിച്ച്. മാം പറഞ്ഞു, എനിക്കൊന്ന് ഉറങ്ങിയ കൊള്ളാനുണ്ട്, നാളെ ഒരു ഷൂട്ടുണ്ട്, അതിനെന്താ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അങ്ങനെ സാറിനെ പരിചയപ്പെട്ടു, ജോയ് സാറിനെ. ഇവിടെ വന്നു. അപ്പം തന്നെ എൻ്റെ ഒരു ഫോൾഡർ തന്നിരുന്നു. ഞാൻ പെട്ടെന്ന് ഈ ഡൊമസ്റ്റിക്കിൽ പോയി ഫ്ലൈറ്റ് എടുത്തു, ഡൽഹിയിൽ ചെന്നു, ഓടി ടാക്സി കയറി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്, സെക്യൂരിറ്റി മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എന്താ ഇവിടെ? നോ, ഐ നീഡ് മൈ വിസ, എൻ്റെ 37 പാസ്പോർട്ടുണ്ട്. അവർ ചിരിക്കുകയാണ്. അതായത് ഏതോ ഒരു ഭ്രാന്തൻ വന്ന മാതിരി. അപ്പോഴാണ് പിന്നീടാണ് മനസ്സിലാകുന്നത് അവിടെ അതിൻ്റെ സെർവർ കഴിഞ്ഞ ഒരു മാസമായിട്ട് കേടായിട്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ധൃതി വെച്ചപ്പോൾ എന്നെ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട്, അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ ഉറങ്ങുന്നുണ്ട്. അയാളെ ഞാൻ വിളിച്ചുകൊണ്ടിരുത്തി, ഹലോ എന്ത്? ഞാൻ എൻ്റെ വിസ പാസ്പോർട്ട് വാങ്ങാൻ വന്നതാണ്. ഓക്കെ, പാസ്പോർട്ട് വാങ്ങാനാണ്, വരൂ എന്ന് പറഞ്ഞ് എന്നെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് കുറേ ഈ ഷെൽഫൊക്കെ ഓപ്പൺ ചെയ്തു. നിങ്ങളുടെ പാസ്പോർട്ട് എടുത്തോ? അപ്പോൾ ഒരു 10-15,000 പാസ്പോർട്ടുകൾ എടുക്കുകയാണ് അവിടെ. കാരണം ഒരു മാസമായിട്ടില്ല. തിരിച്ചു വന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടുമില്ല. ഞാൻ എന്നിട്ട് ആ ഒരു വാതിലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ then നമ്മൾ ലേഡിക്കെയും വെരി ടോൾ. അങ്ങനെ ഞാൻ അവരെ തടഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഷീ ജസ്റ്റ് സ്നാച്ച്ഡ് സം പേപ്പേഴ്സ് ഫ്രം മീ ആൻഡ് ഗോൺ ഇൻസൈഡ്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു 100% യു വിൽ ബി അറസ്റ്റഡ്. പോലീസ് വരും, അറസ്റ്റ് ചെയ്യും. അവർ ഈ ഹൈക്കമ്മീഷണറുടെ സെക്രട്ടറിയാണ്. സംഭവിച്ചെന്താ, 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഹൈക്കമ്മീഷണർ ഇവരും ഇരിക്കുന്നുണ്ട്. യെസ്, വാട്ട്സ് യു പ്രോബ്ലം? ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ഒരു 37 പാസ്പോർട്ട് സെർവർ ഡൗൺ ആണ്, നമ്മൾ വിസ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? എനിക്ക് അത്രയും പൈസ തിരിച്ചു കൊടുക്കാനില്ല സർ, ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്തു, ടിക്കറ്റിങ് ചെയ്തു. ഇന്ന് രാത്രിയാണ് പോകേണ്ടത്, ഞാനാണ് അതിൻ്റെ കൂടെ പോകുന്നത്.
എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ഒരു വഴിയില്ല, ഐ ഹാഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അയ്യോ. അപ്പോൾ അയാൾ വിസ ഓഫീസർ വിളിച്ചു. വിസ ഓഫീസർ വന്നു. വിസ ഓഫീസർ എന്നോട് പറഞ്ഞു, ഇതേ ഇയാൾ വിസ പാസ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഇയാൾ ഈ സൈസ് ഈ വിൽ കമ്മിറ്റ് സൂയിസൈഡ്. ലെറ്റ് ഹിം കമ്മിറ്റ് സൂയിസൈഡ് സർ. No, he says he will commit suicide in front of our embassy. Let him. Since we know that he is going to do, we will inform the police. നമുക്കൊരു പ്രോബ്ലം ഇല്ലല്ലോ. But that South African High Commissioner, he was so nice person. And he said, we will not allow you to commit suicide. സാർ വെറുതെ പറഞ്ഞാണോ അതോ? ഞാൻ അങ്ങനെ ആ ഒരു ഭയങ്കര ഇമോഷനായിരുന്നു. അല്ല, നമ്മൾ ആ സമയത്തെ എന്താ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പക്ഷേ പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി. എനിക്ക് ഈ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ 6:15 6:15. പിന്നെ ലാസ്റ്റ് ഫ്ലൈറ്റ് അവിടെ നിന്ന് എയർ ഇന്ത്യ പോന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഇല്ല. പാസ്പോർട്ട് കയ്യിൽ കിട്ടി, ബട്ട് തിരിച്ചു വരാനില്ല. എയർപോർട്ടിലേക്ക് വന്നു. പിന്നെ എയർ ഇന്ത്യയാണ്, അത് മിക്കവാറും ലേറ്റ് ആകാനുള്ള സാധ്യതയുള്ള ഹോപ്പിൽ ഞാൻ വന്നു നോക്കുമ്പോൾ ആ ദിവസം കറക്റ്റായിട്ട് ആ ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. ഒരു കോർപ്പറേറ്റ് ജെറ്റ് സഹായിച്ചോ? അപ്പോഴൊരു അനൗൺസ്മെൻറ്റ് കേട്ടു, ചെന്നൈയിലേക്കുള്ള ആ ഡിലേഡ് ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുകയാണ് എന്ന്. ഞാൻ ഓടി. അപ്പോഴാണ് മനസ്സിലാവുന്നത് എനിക്ക് ബോർഡിംഗ് പാസും ഒന്നും ഇല്ലല്ലോ. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് കയറണമെന്ന്. പറഞ്ഞു, വെർ ഈസ് യുവർ ബോർഡിംഗ് പാസ്? ദെൻ അവർ എന്നെ സഹായിച്ചു. ഐ മീൻ 18,500 rupees ഞാൻ കൊടുത്തു, ടിക്കറ്റ് വാങ്ങി. ബട്ട് ഐ ഇൻഫോർഡ് മൈ ഓഫീസ്, ദിസ് ഈസ് വാട്ട്, എന്തെങ്കിലും ചെയ്യേ. ഞാൻ അപ്പോൾ നമ്മുടെ ജോയ് സാറാണ് നമ്പർ കൊടുത്തു. അതാണ് മനസ്സിലായി എവിടുന്നാണ് ജോയ് സാറിൻ്റെ റെഫറൻസ്. ഞാൻ ചെന്നൈയിൽ എത്തുമ്പോൾ ആ ഫ്ലൈറ്റ്, നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങൂലേ, അവിടെ തന്നെ 2 പേര് ഈ ജോയ് ഫ്ലൈറ്റിൻ്റെ ഇത് വെച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് തൊട്ടൊരു താഴത്തേക്ക് ഒരു കോണിപ്പടി ഉണ്ട്. അവർ പറഞ്ഞു നമുക്ക് ഇതിലേ പോകാമെന്ന്. അപ്പോൾ ഇതിലേ പോകാൻ ആക്ച്വലി ഒരു പാസഞ്ചറിനെ അലോ ഇല്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ സെക്യൂരിറ്റി തടഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അങ്ങനെ ലെഫ്റ്റിലേക്ക് ഓടെ തിരഞ്ഞ് ഞാൻ ആ പൈലറ്റിൻ്റെ വാതിൽ മുട്ടി. അങ്ങനെ എന്തോ ശബ്ദം കേട്ടിട്ട് അയാൾ വന്നു. ഞാൻ പറഞ്ഞു, സി ഐ ഹാവ് എൻ ഇഷ്യൂ, പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ അയാൾ അന്വേഷിച്ചു. നോക്കുമ്പോൾ ഇവരാണ്. അവരോട് ചോദിച്ചു, ഓക്കെ. അയാൾ പറഞ്ഞു, ലെറ്റ് ഹിം ഗോ. ഇതൊക്കെ ഡു ഓർ ഡൈ മോഡാണ്. അവസാനം ആ ഫ്ലൈറ്റിൽ കയറി ഇവിടെ വന്നു. എൻ്റെ പാസഞ്ചേഴ്സ് എല്ലാം അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ആരോടും പറഞ്ഞില്ല. അതെ, ഇങ്ങനത്തെ സമയത്തൊന്നും ഒരാളെ ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ഒക്കെ അവനോ തന്നെ ഏറ്റവും അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നവരോട് അങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വന്ന് പിന്നെ ഓഫീസിൽ ഞാൻ ഷെയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഓഫീസിൽ ഷെയർ ചെയ്യും. ഇത്രയും യാത്രകൾ നടത്തിയിട്ടേ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് താങ്കളുടെ കംപ്ലീറ്റ് നമ്മുടെ ഒരു കൾച്ചറിനെ കുറിച്ച്, സംസ്കാരത്തിനെ കുറിച്ചൊരു പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ടോ? ഈസ്റ്റേൺ യൂറോപ്പ് ഒരു ഡെസ്റ്റിനേഷനിൽ, അവിടെ ഈ പോളണ്ടിൽ ഒരു ക്രാക്കോവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പോയിട്ടുണ്ടോ? പോളണ്ടിനെ കുറിച്ച് ഒന്നും സംസാരിക്കരുതെന്ന് ശ്രീനിവാസൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അവിടെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ട്. 40 കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഹിറ്റ്ലറുടെ കാലത്ത്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആ സമയത്ത്, ദ ബിഗ്ഗസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇൻ ദ വേൾഡ് വാസ് ഓഷ്വിറ്റ്സ്. അത് പോളണ്ടിൽ ക്രാക്കോവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനത് വിസിറ്റ് ചെയ്തപ്പോൾ അതുവരെ എന്തൊക്കെ അഹങ്കാരമുണ്ടോ, എന്തൊക്കെ അതൊക്കെ പോയി. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുന്ന ഒരു 9 ലക്ഷത്തോളം ജനങ്ങളെ ഈ അമോണിയ ഗ്യാസ് വെച്ചിട്ട് അവരെ ജീവനോടെ 1.5 മില്യൺ ആളുകളെയാണ് അവിടെ ഇത് ചെയ്തത്. 40 അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മളൊന്നുമല്ലെന്നും നമുക്ക് ഒരു ഭയങ്കര ഒരു തിരിച്ചറിവാണ് അതുണ്ടായത്. അത് ഒരു പ്രളയമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ജീവിക്കുന്നതേ ഭാഗ്യമാണെന്ന് അല്ലേ? സാറ് പുസ്തകം എഴുതാൻ ഉദ്ദേശമുണ്ടോ? എന്നോട് കുറേ പേര് ഓഫീസിലും കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമയം എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഓരോ ദിവസവും രാവിലെ ഓഫീസിലേക്ക് വരുന്നത് കുറേ വർക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അതെ, നമ്മൾ വിസ നോക്കണം, പുസ്തകം എഴുതണം അല്ലേ? പക്ഷെ എന്നിരുന്നാലും പുസ്തകം എഴുതണം കേട്ടോ. ഒരുപാട് എത്രയോ ഇപ്പം ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോൾ പിന്നെ അദ്ദേഹം ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അതുമാതിരി സാറിന് ബുക്ക് എഴുതണം. വൺ മാൻ ആർമിയാണ് അത്, മനസ്സിലായോ? ഒരു ക്യാമറയും വെച്ചിട്ടാണ് ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഐ മീൻ സത്യം, ഭയങ്കരം. ഐ മീൻ ഐ ഹാവ് ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം. ഒരു വാക്കിൽ ഉത്തരം പറയാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ.
പിന്നെയും പിന്നെയും പോയി വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ രാജ്യം ഏതാ? പെട്ടെന്ന് ആ സമയത്ത് തോന്നുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ദുബായ്, മറ്റൊന്ന് സിംഗപ്പൂർ. വേർ നത്തിങ് ഗോസ് റോങ്. ഓഹോ, വെരി ഗുഡ്. ഒരു രാജ്യത്തെ ഒരു കൾച്ചർ അത് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെയാണ്? ജപ്പാൻ. ആ അതിൻ്റെ കാരണം ആ അവരുടെ പാട്രിയോട്ടിസം. ആ യങ്സ്റ്റേഴ്സ് എൽഡേഴ്സിനെ അവരോട് കാണിക്കുന്ന റെസ്പെക്റ്റ്, പിന്നെ അവരുടെ ആ ജീവിതത്തിനോടുള്ള ചേഞ്ച്. 60 വയസ്സ് എന്ന് പറയുന്നത് 70 വയസ്സൊന്നും ജീവിത അവസാനമല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. സത്യം. പിന്നെ ആ എന്ത് സൗകര്യം, അത് ചെറിയ വീടായാലും ശരി, അതെല്ലാം ഓക്കെയാണ് എന്ന് അത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത്. പിന്നെ നമുക്കറിയാലോ ഈ നാഗസാക്കി, അതെ, ഇത്രയും തിക്താനുഭവം രാജ്യം, ആ വിൽ പവർ, അതിൻ്റെ 10% മതി ഇവിടെ നമ്മൾ പൂങ്കാവനാവാൻ. അതെ. മലമുകളിലേക്ക് പോകാനാണോ അതോ ഓഷ്യൻ, കടലാണോ ഇഷ്ടം? മലമുകളാണ് നല്ലത്. അതൊരു ട്രെയിനാണ് വെച്ചെങ്കിൽ, ഒരു ട്രെയിനിലൂടെയാണ് ആ മല കയറുന്നത് വെച്ചെങ്കിൽ അത് അമേസിങ്. ഒരു രാജ്യത്തിൽ അങ്ങനെ മല കയറി, ട്രെയിനിൽ മല കയറിയ രാജ്യം പറയോ? നോർവേ. ഈശ്വര സാർ, എന്തൊരു ഭാഗ്യം ഇവിടെയൊക്കെ പോകാൻ പറ്റിയത്. സോളോ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നതാണ്. എന്തായാലും ഗ്രൂപ്പിൻ്റെ കൂടെ പോകണം എന്തായാലും. പക്ഷേ സോളോ ട്രിപ്പിൽ പോയിട്ടുണ്ടോ? സോളോ ട്രിപ്പിൽ പോകാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഇതുവരെയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. എത്ര രാജ്യങ്ങൾ പോയെന്ന് സാർ? രാജ്യങ്ങൾ അത് ഇപ്പോൾ ഒരു 100-150 രാജ്യങ്ങൾ പോയിട്ടുണ്ട്. നമ്മൾ ഓണത്തിന് തറവാട്ടി പോകുമ്പോൾ സാർ അന്റാർട്ടിക്കയിലാണ് പോവുക. പക്ഷെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഇന്ത്യ ശരിക്കും കാണണമെന്നുണ്ട്. കേരളം മൊത്തം കണ്ടിട്ടുണ്ടോ? കേരളം മൊത്തം, കാരണം പല സ്ഥലത്ത് ഓഫീസുകളുണ്ട്. കൾച്ചറിലാണോ അതോ നേച്ചറിനെ കുറിച്ചുള്ളൊരു? ഓഫ് കോഴ്സ് നേച്ചർ. അത് നമ്മൾ ഇപ്പം ചില ഡെസ്റ്റിനേഷൻ ഉണ്ട്, ലൈക്ക് സൗത്ത് ആഫ്രിക്ക. അവിടെ നേച്ചർ മാത്രമേ ഉള്ളൂ. ന്യൂസിലൻഡും അങ്ങനെയല്ലേ? അതെ, ന്യൂസിലൻഡും അങ്ങനെ തന്നെ. അതായത് അവിടെ വേറെ ഒന്നും തന്നെ ഇല്ല. ന്യൂസിലൻഡിൽ പിന്നെ കുറച്ച് കെട്ടിടങ്ങളും കാര്യങ്ങളും ഉണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ അതുമില്ല. കാരണം അത് ആദ്യം മുതൽ അവസാനം വരെ നേച്ചർ. ഒരു ക്യാമറയുടെ ഒരു ഫ്രെയിം കാണുമ്പോൾ പിക്ചർ പോസ്റ്റ് കാർഡ് മാതിരി ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു നമ്മളിപ്പോൾ കുട്ടികളുടെ പടങ്ങൾ പണ്ട് കാലത്ത് വരയ്ക്കുന്നത് നല്ല എന്താ പറയുക, മേഘവും അതിൻ്റെ കൂടെ സൂര്യൻ്റെ അസ്തമയവും, അങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ട് സാർ ഇത് ശരിക്കും പറഞ്ഞൊരു പോസ്റ്റ് കാർഡ് കാണാൻ മാതിരി ഉണ്ടെന്ന് തോന്നിയത് ഏതുണ്ടോ? ഒരുപാടുണ്ട്. അതിൽ പെട്ടെന്ന് വരുന്നത് ഓഫ് കോഴ്സ് സ്വിറ്റ്സർലൻഡാണ്. ആ സ്വിറ്റ്സർലൻഡ് ആക്ച്വലി നമ്മൾ പലരും സ്വിറ്റ്സർലൻഡ് ആ മുഴുവനും അതിൻ്റെ കാണേണ്ട പല ഭാഗങ്ങളും ഇവിടെ പല ടൂർ ഓപ്പറേറ്റേഴ്സും കാണിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ ആ കുറച്ച് ദിവസങ്ങൾ ആവശ്യം വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു രാജ്യം അത് അങ്ങനെയാണെന്ന്, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞെട്ടിപ്പിച്ച ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമുള്ള രാജ്യമുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ ഈ സൗത്ത് ആഫ്രിക്ക അങ്ങനെ ഒരു എക്സാമ്പിളാണ്. ഈ വെനീസ് എന്ന് പറയുന്ന വെനീസ് ഈസ് എ ഹ്യൂജ് പ്ലേസ്. അതിനകത്ത് ലാൻഡ് എന്ന് പറയുന്നത് ഒരുപാടാണ്. ബാക്കിയെല്ലാം ആഡ്രിയാറ്റിക് സീയുടെ വെള്ളത്തിലുള്ള ഒരു സിറ്റിയാണ്. അതൊരു അമേസിങ് ആയിട്ടുള്ളൊരു സംഭവം. 10,000-കണക്കിന് ബിൽഡിങ്സും ഈ ഒരുപാട് ആളുകൾ താമസിക്കുന്ന വെള്ളത്തിൽ, സ്വന്തമായിട്ടൊരു സൈക്കിൾ പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെ പോയ സമയത്ത് അത് മുഴുവൻ കാണുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയൊരു അനുഭവമായിരുന്നു. ഒരു രാജ്യത്ത് ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല, എത്ര ബിസിനസ് കിട്ടിയായിരുന്നു ചോദിച്ചൊരു രാജ്യമുണ്ടോ? യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ ഈ പോക്കറ്റടി, സേഫ്റ്റി ഇല്ല, പിടിച്ചുപറി, അത് മൊത്തം വണ്ടിയൊക്കെ ലഗേജൊക്കെ എടുത്തുകൊണ്ടുപോയ കാര്യങ്ങളുണ്ട്. അവസ്ഥ ഭയങ്കര. നമ്മളെ ആൾക്കാർ ഇങ്ങനെ മാനം നോക്കി ഭംഗിയിൽ നടക്കുമ്പോൾ അടിച്ചുകൊണ്ട് പോകും. അവിടെ ഒരു മോഡസ് ഓപ്പറാണ്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നതെന്ന് വെക്കുക. അപ്പോൾ ഒരു 4-5 പെൺകുട്ടികൾ നമ്മളെ കവർ ചെയ്യുകയാണ്. അവരെല്ലാവരും കുട ചൂടിയിരിക്കുകയാണ്. അപ്പോൾ അവർ ചുറ്റും നിൽക്കുന്ന സമയത്ത് അവിടെ എന്താ നടക്കുന്നത് ആർക്കും അറിയില്ല. നമ്മളേക്കും ഭാഗ്യവാൻ, ലൂട്ട് ചെയ്യൂ. അതെ, അങ്ങനെ ഒത്തിരി മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ പറയും ഒറ്റയ്ക്ക് പോകരുത്, രണ്ടുപേരും ഒരുമിച്ച് പോകണം. ഹിസ്റ്റോറിക്കലാണോ അതോ മോഡേൺ ഇത് കാണാനാണോ? ഹിസ്റ്ററി ഡെഫിനറ്റ്ലി. ഏറ്റവും അധികം സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ഒരു ഹിസ്റ്ററി നേരിട്ട് കണ്ട ഒരു രാജ്യം ഏതായിരുന്നു ഏറ്റവും അധികം? അത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഡേറ്റ്സ് ബാക്ക് ടു ഗ്രീസ്. അതായത് ഈ സിവിലൈസേഷൻ തുടങ്ങിയത് അവിടെയാണ്, കുറച്ച് ടർക്കിയിലും. അപ്പോൾ അതിനകത്ത് നമ്മൾ പോകുന്നത് എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഡൽഹി, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ആദ്യമായി ഒളിമ്പിക്സ് തുടങ്ങിയ ആ സ്ഥലം, ആ സ്റ്റേഡിയം, അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതായത് ഈ ഫ്യൂച്ചർ ഈ
പറയുന്ന നാളെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഫോർച്യൂൺ ടെല്ലർ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഡൽഹി. അപ്പോൾ എത്രയോ പല പല ദൂരത്തുനിന്ന് രാജാക്കന്മാർ ഇവിടെ വരാറുണ്ട് അവരുടെ ഫ്യൂച്ചർ അറിയാൻ വേണ്ടി. കാനായി ഇവിടുന്ന് യുദ്ധം ചെയ്യാതെ കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് എന്താകും എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെയുള്ള സ്ഥലം അതൊരു അമേസിങ് പ്ലേസ് ആണ്. ഇനിയൊരു സ്ഥലം പോവാത്തത് ഏതാ? പോകാൻ ഒരുപാട് സ്ഥലം ബാക്കിയുണ്ട്. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ അതിനകത്ത് 55 രാജ്യമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ രാജ്യത്തിലേക്കും ടൂറുകളില്ല. അതേപോലെ തന്നെ ചില യൂറോപ്യൻ യൂണിയനിൽ പെടാത്ത ചില രാജ്യങ്ങളുണ്ട്. എല്ലാതും അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ ബാക്കിയുണ്ട്. ഒരു രാജ്യത്തിന്റെ പേര് പറയൂ. ഉഗാണ്ട, പിന്നെ ഈ ടാൻസാനിയയുടെ കുറച്ച് സ്ഥലങ്ങൾ. അതായത് പോയിട്ടുള്ള 2-4 രാജ്യങ്ങളേ ഉള്ളൂ. ഒരുപാട് രാജ്യങ്ങൾ ബാക്കിയുണ്ട്. ഇത്രയും ടൂർ ഓപ്പറേറ്റ് ആയതുകൊണ്ട് വിശേഷങ്ങളൊന്നും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ഓണസദ്യയോ ഒക്കെ ചിലപ്പോൾ പല പ്രാവശ്യം മിസ് ചെയ്തിട്ട് വരും അല്ലേ ലൈഫിൽ? ഒരുപാട്. ഇപ്പം നമുക്ക് ഈ എല്ലാ ഓണത്തിനും ക്രിസ്മസിനും എപ്പോഴും പുറത്താ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ആ സമയത്ത് ഈ ടൂർ ഡെഫിനറ്റ് ആണല്ലോ. അതാണ് ഒരു ചോദ്യം കൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ചില ആൾക്കാർ ചോദിക്കും കുറേ കാശുണ്ടാക്കിയിട്ടാണ് യാത്ര ചെയ്യാൻ. എൻ്റെ അമ്മ പറയും കുറേ കാശുണ്ടാക്കിയിട്ടും വയസ്സായിട്ടൊന്നും പറ്റില്ല, അപ്പോൾ മുട്ട അനുവദിക്കില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ട്രാവൽ ചെയ്യണം, എന്നാൽ കുറേ കാശുണ്ടാക്കണം, എന്നിട്ടേ പോകാൻ പറ്റൂ എന്നൊക്കെ ഒരു മനസ്സിൽ ഒരുപാട് എന്താ പറയുക കൊണ്ടു നടക്കുന്ന യാത്രാ അനുഭവങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സാറിനുള്ള അഡ്വൈസ് എന്താണ്? കോവിഡ് പാൻഡമിക് നമ്മളെ ഏറ്റവും പഠിപ്പിച്ച വലിയൊരു പാഠം എന്ന് പറയുന്നത് മണി ഈസ് സെക്കൻഡറി. മണി ഒന്നുമില്ല, ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഒരു ടൂർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടൂർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അടുത്ത ടൂറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോണ്ട് വെയിറ്റ്. ഒരിക്കലും നാളെ എന്ന് പറയുന്ന ഒന്നില്ല. ലീവ് ടുഡേ. ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വി ലേൺ എ ലോട്ട്. നമ്മൾ ഇവിടെ തന്നെ കഴിയുന്ന സമയത്ത് നമ്മൾ കരുതുന്നത് ഇതൊക്കെയാണ് ലോകം, ഇതാണ് എന്നുള്ളത്. ബട്ട് ഔട്ട്സൈഡ് ദർ ഈസ് സംതിങ് എൽസ് വിച്ച് യു ഷുഡ് എക്സ്പ്ലോർ. അപ്പോൾ ഒരിക്കലും ഈ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. വിജയൻ സാറ് പണ്ട് തിരുവനന്തപുരത്തേക്ക് വീട്ടിലോട്ട് പോയി നോക്ക് ചെയ്ത് ബിസിനസ് മേടിച്ച ആളാണ്. ഇപ്പോൾ സാറിൻ്റെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ ഓഫീസുകളൊക്കെ നോക്ക് ചെയ്തിട്ടും മെയിൽ അയച്ചിട്ടും കോൾ ചെയ്തിട്ടും ഒക്കെ വരുന്നു. ഈ ഒരു എന്താ പറയുക ഒരു ജീവിതത്തിൻ്റെ ഒരു ഫുൾ സർക്കിൾ കാണിച്ചു തന്ന സാറിന് വളരെ വളരെ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ടോക്കിംഗ് ടു യു. യാത്ര എന്ന് പറയുമ്പോൾ ആർക്കും ഒരുപാട് എന്താ വെച്ചെങ്കിൽ എപ്പോഴും നമുക്ക് ആലോചിക്കാൻ പറ്റും. ചിലവർക്ക് എത്ര സാർ പറഞ്ഞാലും ഇപ്പോൾ ഈ അരമണിക്കൂറിന് സാർ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇനിയും പറയാനുണ്ടോ സാറ് വീട്ടിൽ പോകുമ്പോൾ അയ്യോ അത് പറയായിരുന്നു എന്ന് തോന്നും. അത് അത്ര അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷ പുസ്തകം എഴുതണം. Sure. Thank you, sir. Thank you so much. Thank you very much.